അതെ, ഉയരവും തലപിടിത്തവുമല്ല, മറിച്ച് അഴകും അന്തസ്സും ആഭിജാത്യവുമാണ് അന്നും ഇന്നും വൃശ്ചികോത്സവത്തിൻ്റെ ഹൃദയതാളം. ദിവസം 2 നേരം വെച്ച് 8 നാൾ 15 ആനകൾ വീതം നിരനിരക്കുന്ന ഒരു ഉത്സവം. ആനകളെ നിരത്തുന്നതിലും അവരുടെ സ്ഥാനങ്ങൾ നിർണയിക്കുന്നതിലും മാത്രമല്ല, ഓരോ ആനയ്ക്കും നെറ്റിപ്പട്ടം കെട്ടിക്കുന്നതിൻ്റെ കൃത്യതയിൽ തെല്ലിട പോലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഉത്സവ കൊടിയേറ്റം. അടിമുടി പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന അക്കാലത്തെ വൃശ്ചികോത്സവങ്ങളിൽ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ തലതൊട്ടപ്പന്മാരായ ഗജരാജ സമ്രാട്ടുകളാണ് അരങ്ങ് കൊഴിപ്പിച്ചിരുന്നതെങ്കിൽ പുതിയ കാലത്തും അതിനു മാറ്റമില്ല. സഹ്യപുത്രന്മാർക്കൊപ്പമോ അല്ലെങ്കിൽ അതിനും ഒരുപടി മേലെയായോ മറുനാട്ടു മന്നറുകളും ചുവടുറപ്പിച്ചു കഴിഞ്ഞ ആനക്കേരളത്തിൽ അതിൻ്റേതായ ഒരു വികസന കൊടുങ്കാറ്റ് ഇവിടെയും വീശി അടിക്കുന്നുണ്ടെന്നതൊഴിച്ചാൽ പങ്കെടുക്കുന്നവരെല്ലാം കെങ്കേമന്മാർ തന്നെ. മംഗലാംകുന്ന് ഗണപതിയെയും കോങ്ങാട് കുട്ടിശങ്കരനെയും കൊടുങ്ങല്ലൂർ ഗിരീശനെയും പോലുള്ള മലയാളി മാടമ്പിമാർക്കും എഴുത്തച്ഛൻ ശ്രീനിവാസനെയും ആതിര രാജശേഖരനെയും ബാസ്റ്റ്യൻ വിനയശങ്കരനെയും പോലുള്ള വടക്കൻ പടനായകർക്കും ഇവിടെ ഒരുപോലെ ജനസമ്മതി, ഒരുപോലെ കാല് കഴുകിച്ചൂട്ട്. എങ്കിലും തീർത്തും അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കപ്പെട്ട ആനത്തൊഴിലാളി സമരം നിമിത്തം ഷേണായി ചന്ദ്രശേഖരനെ പോലെ തൃപ്പൂണിത്തുറക്കാരുടെ ഇഷ്ടപ്രാണേശ്വരന്മാരായ ചില പതിവ് മുഖങ്ങളുടെ അഭാവം കാഴ്ചക്കാരെ ഇത്തിരിയെങ്കിലും ഖിന്നരാക്കുന്നുമുണ്ട്. വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതായിരിക്കും ഇപ്പോൾ ഉള്ളതിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എറണാകുളത്ത് ഷേണായി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു ആനയാണ്. ഇന്നിവിടെ വന്നിട്ടില്ല, സമരം കാരണം വന്നിട്ടില്ല. ഒരു സ്ഥിരം ഞങ്ങളുടെ എറണാകുളത്ത് അയ്യപ്പൻകാവിലാണ് ഞങ്ങൾ താമസം. അവിടെ ഉത്സവത്തിന് എപ്പോഴും വരികയും വീട്ടിലൊക്കെ വരികയും ചെയ്യുന്ന ഒരു ആനയാണ്. ആ ആനയോട് കൂടുതൽ ഒരു പ്രത്യേക മമതയുണ്ട്. നിങ്ങളൊരു എപ്പിസോഡ് എടുത്തിരുന്നു ആ ആനയെ പറ്റി. അത് ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് കണ്ടു. വളരെ ഇഷ്ടമുള്ള ഒരു ആനയാണത്. ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അന്വേഷിച്ചു നമ്മുടെ എവിടെ പോയിന്ന്. ഞാൻ ഒരുപാട്, എനിക്ക് പഴയ ആനകളാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ആവണപ്പറമ്പും ചെന്നാസും മറ്റേ ബട്ടിമുറി ആ തലമുറയാണ്. എന്നു വെച്ചാൽ അച്ഛനാണ് തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഒരു 3-4 വയസ്സ് വരെ മുതൽ മുടങ്ങാതെ 40-45 വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാടുണ്ട്. ചേലൂർ ആനയുണ്ട്. പണ്ട് മറ്റേ പാറമേക്കാവ് മറ്റേ കിഴക്ക് വീട്ടിൽ ഗോപിയാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും ചന്തമുള്ള ആന. ആദർശ പുരുഷൻ, അതെ, ഏറ്റവും ചന്തമുള്ള ഒരു ആന. ഞങ്ങൾ ചേലൂർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അച്ഛൻ അതിനേക്കാളും മുമ്പുള്ള പഴയ ആനകളുടെ ഫോട്ടോ ഒക്കെ അച്ഛൻ കാണിച്ചിട്ടുണ്ട്. മറ്റേ കൂടലാട്ടുപുറം അതൊക്കെ ആനകൾ, അതൊക്കെ മനോഹരമായ ആനകളാണ്, കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഓരോന്നിനെ കാണുമ്പോഴും അതിൻ്റെതായ അടുത്ത തലമുറ വരുമ്പോഴത്തേക്കും അടുത്ത തലമുറ പറയുമായിരിക്കില്ല, ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആനകളായിരിക്കും ഏറ്റവും നല്ല ആനകൾ. അന്നത്തെ എഴുത്തച്ഛൻ ശ്രീനിവാസൻ, അന്നത്തെ പാമ്പാടി രാജൻ, അന്നത്തെ ശിവസുന്ദറൊക്കെ ഭയങ്കര ഗംഭീരന്മാരായ ആനകളായിരുന്നു. അടുത്ത തലമുറ പറഞ്ഞേക്കാം. ഞാൻ ഗുരുവായൂർ കേശവനെ വരെ കണ്ടിട്ടുണ്ട് നേരിട്ട്. മഠത്തിൽ വരവിനെ ഗുരുവായൂർ കേശവൻ എഴുന്നള്ളി നിൽക്കുന്നതും തൊട്ടിപ്പുറത്ത് മറ്റേ പാലക്കാട് എന്താ എൻ്റെ പേര്, അല്ലല്ല പെരുങ്കുളം സ്വാമി അയ്യൻ്റെ ആനയുണ്ടായിരുന്നു. അതൊന്ന്. ആവണപ്പറമ്പ് ദാമോദരൻ, കിഴക്ക് വീട്ടിൽ ദാമോദരനായി വന്ന ആവണപ്പറമ്പ് ആനയെ നിൽക്കുമ്പോൾ ഒരു 1-1.5 അടിയുടെ വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തന്നെ ആ വ്യത്യാസം ഉണ്ട്. ഇല്ല, അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ട്, സ്ട്രക്ചറാണ്. ഫോട്ടോ കണ്ടു, സ്കെൽറ്റൻ കാണാം. തൃശ്ശൂർ